അബുദാബിയിലെ ഒരു സ്റ്റോറിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പുസ്തകമാണിത്. ട്രേഡിംഗ് ഇൻ ദ സോൺ. ഇതിൻ്റെ വില 293 ദിർഹംസ്. അതായത് ഇപ്പോഴത്തെ നാട്ടിലെ വില നിലവാരമനുസരിച്ച് 6,957 രൂപ. ഇത്രയും വലിയ തുക നൽകിയ ആളുകൾ ഈ ഒരു പുസ്തകം വാങ്ങാനുള്ള കാരണം എന്തായിരിക്കും? സംശയമൊന്നും വേണ്ട, പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് വിലയുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലെ പ്രധാന ഉള്ളടക്കമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വലിയ പ്രതീക്ഷകളുമായി ഓഹരി വിപണിയിലേക്ക് എത്തുന്നു. എന്നാൽ അവരിൽ ചുരുക്കം ചിലർ മാത്രമേ വിജയകരമായ ട്രേഡേഴ്സ് ആവുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ചിലർ സ്ഥിരമായി വിജയിക്കുകയും മറ്റു ചിലർ പരാജയപ്പെടുകയും ചെയ്യുന്നത്? പരാജയപ്പെടുന്നവരുടെ സ്ട്രാറ്റജികളിൽ പിഴവുകളുണ്ടായേക്കാം, പക്ഷേ പലപ്പോഴും അവരുടെ ചിന്താഗതിയാകും വില്ലനാവുന്നത്. വിജയകരമായ ഒരു സ്ട്രാറ്റജി മാത്രം പോരാ, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും പ്രധാനമാണ്. മാർക്ക് ഡഗ്ലസ് എഴുതിയ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന പുസ്തകം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പുസ്തകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും. ഓഹരി വിപണിയിൽ പരാജയപ്പെടുന്ന പലരുടെയും പ്രശ്നം ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മയാണ്. പല ട്രേഡർമാരും പരാജയപ്പെടുന്നത് വിപണിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് മാനസികമായ നിയന്ത്രണമില്ലായ്മ കൊണ്ടാണ്. ഭയം, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങൾ വലിയ നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാം. മാർക്ക് ഡഗ്ലസ് പഠിപ്പിക്കുന്ന വ്യാപാരത്തിൻ്റെ 5 തത്വങ്ങൾ ഇവയാണ്. അതിലൊന്നാമത്തേത്, വിപണിയിൽ എന്തും സംഭവിക്കാം. വിപണി പ്രവചനാതീതമാണ്. മുകളിലേക്ക് പോകുന്ന വിപണിയിൽ നമ്മൾ വ്യാപാരം ചെയ്യുമ്പോൾ യുദ്ധം അല്ലെങ്കിൽ മോശം സാമ്പത്തിക ഫലങ്ങൾ പോലുള്ള മോശം വാർത്തകൾ കാരണം വിപണി താഴേക്ക് പോയേക്കാം. വിപണിയിൽ ഒന്നും ഉറപ്പില്ലെന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി, നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരു ദിവസത്തെ ഫലമല്ല, മറിച്ച് ദീർഘകാലത്തെ ഫലങ്ങളാണ് വിപണിയിൽ വിജയത്തെ നിർണ്ണയിക്കുന്നത്. മൂന്നാമതായി, ഓരോ ഇൻഡിക്കേറ്ററുകളും പ്രവചനമല്ല, സാധ്യത മാത്രമാണ്. ഓർമ്മിക്കുക, ഇത് പലപ്പോഴും വിജയിക്കണമെന്നില്ല. നാലാമതായി, മാർക്ക് ഡഗ്ലസ് നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ട്രേഡും ലാഭകരമാവണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഉയർന്ന സാധ്യതയുള്ള ട്രേഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയത്തിലേക്ക് നയിക്കും. അഞ്ചാമതായി, വിപണി എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ പ്രവർത്തിക്കില്ലെന്ന് മനസ്സിലാക്കുക. പഴയ ട്രേഡുകൾ ലാഭകരമായതിനാൽ പുതിയതും ലാഭകരമാവുമെന്ന് കരുതി ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത്. ഓരോ തവണയും നിലവിലെ വിപണി സാഹചര്യങ്ങൾ വിലയിരുത്തി മാത്രം ട്രേഡ് ചെയ്യുക. ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന ഈ ഒരു പുസ്തകം പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന പാഠം നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ചാണ്. നമ്മുടെ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്ന് വാശി പിടിക്കുന്നത് വലിയ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. നഷ്ടം സംഭവിക്കുന്നത് ഒരു വലിയ പരാജയമായി നമ്മൾ കണക്കാക്കിയാൽ അത് വലിയ ഭയത്തിന് കാരണമാകും. വിപണി നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്നും അതിലെ അനിശ്ചിതത്വം അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണമെന്നും ട്രേഡിംഗ് ഒരു സാധ്യതയുടെ കലയാണെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കേവലം ഒരു ട്രേഡിലെ ലാഭനഷ്ടങ്ങളെക്കാൾ പ്രധാനം 100 ട്രേഡുകൾക്ക് ശേഷമുള്ള നമ്മുടെ ശരാശരി ലാഭമാണ്. മികച്ച സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഓഹരി വിപണിയിൽ ലാഭമുറപ്പാണ്. ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്ന നിലയിൽ റിസ്ക് റിവാർഡ് മനസ്സിലാക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പുസ്തകത്തിൽ പറയുന്നു. വികാരങ്ങളെ മാറ്റി നിർത്തി റിസ്ക് റിവാർഡ് അനുപാതം പഠിച്ച് ട്രേഡ് ചെയ്താൽ മാത്രമേ സ്ഥിരമായി ലാഭം നേടാൻ കഴിയൂ. ഒരു യഥാർത്ഥ പ്രൊഫഷണൽ ട്രേഡറുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ നിഷ്പക്ഷമായ ചിന്താഗതിയാണ്. ശൂന്യമായ ആകാശം അല്ലെങ്കിൽ കളങ്കമില്ലാത്ത കണ്ണാടി പോലെ വിപണിയെ കാണാൻ സാധിക്കണം. ഓരോ വ്യാപാരം ചെയ്യുമ്പോഴും പണം നഷ്ടപ്പെടുമോ എന്ന് ഭയക്കാതെ
ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ തൻ്റെ ശസ്ത്രക്രിയ എങ്ങനെ കാണുന്നുവോ അതുപോലെ വ്യാപാരത്തെ ഒരു യാന്ത്രിക പ്രക്രിയയായി മാത്രം കാണുക. വികാരങ്ങളില്ലാതെ സ്വന്തം പദ്ധതി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ഒരു പ്രൊഫഷണൽ ട്രേഡർ തൻ്റെ ട്രേഡിംഗ് ഒരു സൈനികൻ തൻ്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരിഞ്ച് പോലും വ്യത്യാസമില്ലാതെ മാറ്റമില്ലാതെ തൻ്റെ പ്ലാൻ നടപ്പിലാക്കുന്നു. എവിടെ പ്രവേശിക്കണം, എവിടെ പുറത്തിറങ്ങണം, എത്ര അപകട സാധ്യത കണക്കിലാക്കണമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. ഇവിടെ വരുന്ന 2 പ്രധാന ശത്രുക്കൾ വിജയത്തിൽ നിന്ന് വരുന്ന ആത്മവിശ്വാസം, അതുപോലെ തന്നെ തോൽവിയിൽ നിന്ന് വരുന്ന സംശയവുമാണ്. വിജയിക്കുമ്പോൾ വിപണിയെക്കുറിച്ച് എല്ലാം പഠിച്ചു എന്ന തോന്നലുണ്ടാകുമ്പോൾ, പരാജയപ്പെടുമ്പോൾ എൻ്റെ സിസ്റ്റം ശരിയല്ല എന്ന് മനസ്സിലാക്കി പ്ലാൻ മാറ്റി വ്യാപാരം ചെയ്യുന്നത് നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. വിപണി ഒരിക്കലും നമ്മുടെ ശ്രമത്തിന് പ്രതിഫലം നൽകുന്നില്ല. ശരിയായ എക്സിക്യൂഷൻ മാത്രമേ വിപണിയിൽ നിന്ന് പ്രതിഫലം നൽകുന്നുള്ളൂ. ഒരാൾ വൈകാരികമായും മറ്റൊരാൾ യാന്ത്രികമായും വ്യാപാരം ചെയ്താൽ 1 വർഷത്തിന് ശേഷം ആരാണ് വിജയിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ ഇന്ന് മുതൽ ഒരു വ്യക്തമായ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുകയും പ്ലാനിൽ നിന്നും ഒട്ടും വ്യത്യാസമില്ലാതെ അതിലെ വിജയപരാജയങ്ങളെ ഒരേ രീതിയിൽ സമീപിക്കുകയും ചെയ്യുക. ട്രേഡിങ്ങിലെ ഏറ്റവും അപകടകരമായ ഒരു ശത്രു ഞാൻ ശരിയാണ് എന്ന ഈഗോയാണ്. വിപണി നമ്മുടെ പ്രവചനത്തിനെതിരായി പോകുമ്പോൾ തിരിച്ചു വരുമെന്ന ഉറപ്പിൽ സ്റ്റോപ്പ് ലോസ് പോലും ഇടാൻ മടിക്കുന്ന നമ്മുടെ മാനസികാവസ്ഥ നാം ഭയക്കണം. ലാഭത്തേക്കാൾ നമ്മുടെ തീരുമാനം ശരിയാണെന്ന ചിന്ത നമ്മെ വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു നഷ്ടം വരുമ്പോൾ നമ്മുടെ വിശകലനം ശരിയാണെന്ന രീതിയിൽ വീണ്ടും എൻട്രി എടുക്കുകയും വലിയ നഷ്ടത്തിലേക്ക് വീണ്ടും ട്രേഡിംഗ് അവസാനിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. വിപണിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാതിരിക്കുക. നമുക്ക് വിജയിക്കാൻ ലാഭം മാത്രം മതി, വിപണിയെ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന പുസ്തകത്തിലെ സോൺ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഒരു ട്രേഡറുടെ ശക്തമായ ഒരു അനുഭവമാണ് സോൺ എന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നത്. ഒരു പ്രൊഫഷണൽ അത്ലറ്റിനെ പോലെ പൂർണ്ണമായ ഏകാഗ്രതയോടെ ആത്മവിശ്വാസത്തോടെ സോൺ എന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്കും കഴിയും. അതിനാദ്യം വേണ്ടത് നമ്മുടെ സ്ട്രാറ്റജിയിലുള്ള വിശ്വാസമാണ്. ഒരു പൈലറ്റ് തൻ്റെ സിസ്റ്റത്തെ വിശ്വസിക്കുന്നത് പോലെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ വിശ്വസിക്കുക. രണ്ടാമത്തേത് വിപണിയിലെ അനിശ്ചിതത്വം അംഗീകരിക്കുക. വിധിയെ മാറ്റാനാവില്ല എന്ന് പറയുന്നത് പോലെ വിപണിയിലെ അനിശ്ചിതത്വം അംഗീകരിക്കുക. വിപണി നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. മൂന്നാമതായി വികാരരഹിതമായ ട്രേഡിംഗ് ശീലമാക്കുക. ഒരു സർജനെ പോലെ ഭയമില്ലാതെ അത്യാഗ്രഹങ്ങളില്ലാതെ ക്ലിനിക്കലായി കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ട്രേഡിങ്ങിൽ നഷ്ടം വന്നാൽ അതൊരു പാഠമായി കണക്കാക്കുകയും വികാരങ്ങളെ പുറത്തു നിർത്തുകയും ചെയ്യുക. ട്രേഡിങ്ങിൽ വിജയിക്കാൻ 80% മാനസിക ശക്തിയും 20% സ്ട്രാറ്റജിയുമാണ്, അതായത് സാങ്കേതിക വിജ്ഞാനവുമാണ് ആവശ്യമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു.